Hi everyone, welcome to Jaify's Kitchen. This is Jaify Simon from Jaify's Kitchen. I hope that all of you are fine and safe. സദ്യക്കെല്ലാം വിളമ്പുന്ന കൂട്ടുകറിയുടെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. മധുരവും എരിവും ചേർന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണിത്. വളരെ ഈസി ആയി തന്നെ നമുക്കിത് തയ്യാറാക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്ക് റെസിപ്പിയിലേക്ക് കടന്നാലോ. ഒന്നര കപ്പ് കറുത്ത കടല നല്ലപോലെ കഴുകി 5 മണിക്കൂർ വെള്ളത്തിൽ സോക്ക് ചെയ്ത ശേഷം കുക്കറിൽ 4 വിസിൽ കൊടുത്ത് വേവിച്ചെടുക്കുക. 3 ഏത്തയ്ക്ക തൊലി കളഞ്ഞ് ചെറുതായി അരിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. 3 കപ്പ് ചേന ചെറുതായി അരിഞ്ഞ് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക. ഏത്തയ്ക്കയും ചേനയും വെന്ത് ഉടഞ്ഞു പോകരുത്. ഒരു മുഴുവൻ തേങ്ങ ചുരണ്ടിയത് മിക്സിയുടെ ജാറിലിടുക. ഇതിലേക്ക് 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 3 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ചെറിയ ജീരകം, ആവശ്യത്തിന് വെള്ളം എന്നിവ ചേർത്ത് അരച്ചെടുത്ത് മാറ്റിവെക്കുക. വായ്വട്ടമുള്ള ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി ഒരു തേങ്ങ ചുരണ്ടിയത് മുഴുവൻ ഇട്ട് ഗോൾഡൻ കളറാകുന്നത് വരെ വറുക്കുക. വെന്ത ചേരുവകളായ കടല, ചേന, കായ എന്നിവയെല്ലാം കൂടി ഒരു പാനിലേക്ക് മാറ്റുക. ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടി ചേർക്കുക. ഇതിലേക്ക് അല്പം വെള്ളം കൂടി ചേർത്ത് യോജിപ്പിക്കുക. തിളയ്ക്കുമ്പോൾ 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ ഉപ്പ്, 3 ടേബിൾ സ്പൂൺ ശർക്കര ചുരണ്ടിയത് എന്നിവ ചേർത്ത് മിക്സ് ചെയ്യുക. വെള്ളം വറ്റിച്ചെടുക്കാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലിടുക. തേങ്ങ ഗോൾഡൻ കളറായ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ വഴറ്റുക. വെള്ളം ആവശ്യത്തിന് വറ്റിയിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ ഇരുന്ന് കുറുകുന്നതാണ്. ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് മിക്സ് ചെയ്യുക. ഒരു തിള വന്ന ശേഷം മധുരവും ഉപ്പും എല്ലാം പാകമാണോ എന്ന് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തുക. കടുക് വറുത്ത് ചേർക്കാം. അതിനായി ഒരു പാനിൽ 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുക. അതിലേക്ക് 3 ടീസ്പൂൺ നെയ്യ് ചേർത്ത് ചൂടാക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 2 ടീസ്പൂൺ ഉഴുന്ന് എന്നിവ ചേർക്കുക. കടുകെല്ലാം പൊട്ടി ഉഴുന്നൊരു ലൈറ്റ് ഗോൾഡൻ കളറാകും നേരം 6 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില എന്നിവയിട്ട് വറുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിനെ കൂട്ടുകറിയിലേക്കിട്ട് മിക്സ് ചെയ്യുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കൂട്ടുകറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ യുവർ സപ്പോർട്ട് ഡിയർ. സ്റ്റേ ബ്ലെസ്ഡ് ആൻഡ് സേഫ് ഓൾവേസ്.